പത്രത്തിൽ കൂടെ അറിഞ്ഞായിരുന്നു. പ്രത്യേകിച്ച് ഞാനെന്താ പ്രതികരണം പറയേണ്ടത് എനിക്കറിയില്ല. ജനാധിപത്യ രാജ്യത്തിൽ ഓരോരുത്തർക്കും അവകാശമുണ്ട് എന്ത് ചെയ്യാനും ഇവിടെ യാത്ര ചെയ്യാനും ഒക്കെ. ജനാധിപത്യ രാജ്യത്ത് അതിനുള്ള അവകാശമുണ്ട്. അതവർ ചെയ്യുന്നു. നിയമപരമായിട്ട് അത് ഞാൻ പറഞ്ഞല്ലോ, സഭ ഔദ്യോഗികമായിട്ടൊന്നും ചെയ്തില്ല. സഭയിലെ വിശ്വാസികൾ അവർക്ക് പോകാനുള്ള അവകാശം അവർക്കുണ്ട്. അവർ പോയി അതിനെ എതിർക്കാനും ഒക്കെ കേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കോടതി വഴി എന്താണെന്ന് തീരുമാനിക്കട്ടെ. സഭയ്ക്ക് അക്കാര്യത്തിലൊരു നിലപാട് ഇല്ല. സഭ ഔദ്യോഗികമായിട്ട് സമിതികളൊന്നും കൂടി അത്തരത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യവും നമ്മൾ നടപടിയിലേക്ക് പോയിട്ടില്ല. സഭ അത് അങ്ങനെയുള്ള കാര്യം നടത്തുന്നതിന് കഴിഞ്ഞ മാനേജിംഗ് കമ്മിറ്റിയിൽ ഇങ്ങനെ പോകുന്നു കാണുന്നു എന്ന് പറഞ്ഞതിൽ അധ്യക്ഷ പാത്രിക്കീസും അതുപോലെ അദ്ദേഹവും ജോസഫ് ഗ്രിഗോറിയസും പോകുന്നതിനെക്കുറിച്ച് സഭയ്ക്കുള്ള പ്രതിഷേധം പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അത് മാത്രം. കേന്ദ്രത്തിനൊക്കെ കത്തെഴുതിയിരുന്നല്ലോ, എല്ലാവർക്കും എഴുതിയിട്ടുണ്ട്. ഇത് ശരിയായ നടപടിയല്ല എന്നുള്ളത് നമ്മളോട് ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ അവർക്ക് നമ്മളിതിനെക്കുറിച്ച് ഉള്ള നമ്മുടെ വീക്ഷണം എഴുതിയിട്ടുണ്ട്. കേരളത്തിലെയും കേന്ദ്രത്തിലെയും അധികാരികളെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് ചെയ്യാൻ. അങ്ങനെ രണ്ട് സഭയില്ല, ഇവിടെ ഒരു സഭയേ ഉള്ളൂ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെന്ന് പറയുന്ന ഒരു സഭയേ ഉള്ളൂ. ആ സഭയ്ക്കുള്ളതായ ആളുകൾ ഈ സഭയിലുണ്ട്. അതിന് ആ സഭയ്ക്ക് 1662 പള്ളികളുണ്ട്. അതെല്ലാം 1934 സഭയുടെ ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണമെന്നുള്ളത് 1958-ലും 1995-ലും 2002-ലും 2017-ലും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതാണ്. അതിൽ നിന്ന് മാറാൻ ഞങ്ങൾക്ക് ഒക്കുകയല്ല. അത് മാറുന്നത് സുപ്രീം കോടതി വിധിക്കെതിരാണ്. സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാതെ ദിസ് ഇസ് എ ലോ ഓഫ് ദ ലാൻഡ്. അത് ആ ലോ ഓഫ് ദ ലാൻഡിനെ മറികടക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതെ, എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അല്ല, അത് അവർ തീരുമാനിക്കേണ്ടതാണ്. നമുക്ക് നമ്മുടെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. അതിലെന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ള അവർ തീരുമാനിക്കട്ടെ. അതൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ എന്നും സഭയുടെ ഐക്യത്തിന് വേണ്ടി ഈ വിധി വന്ന കാലം മുതൽ എൻ്റെ മുൻഗാമി, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം ഞാൻ വന്നപ്പോഴും സഭയുടെ കോടതി വിധിയും ഭരണഘടനയും അനുസരിച്ചുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്ന് ഒരുമിച്ച് ഒരു സഭയായി പോകണം. ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കരുത് എന്നുള്ളത് എന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് അന്നും ഇന്നും എന്നും പറയും. അതിൽ നിന്ന് യാതൊരു വ്യത്യാസവും നമുക്കില്ല. 34 ഭരണഘടനയും കോടതി വിധിയും അനുസരിച്ച് വന്നാൽ സഭ ഒന്നാകും. ആ സഭാ സമാധാനമാണ് 58 മുതലുള്ള കോടതി വിധികളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് മാറാനായിട്ട് ഞങ്ങളെ കൊണ്ട് ഒക്കുകയില്ല.